Hello friends, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ്. നമ്മൾ ഇത്രയും ദിവസം കുറച്ച് മൊഡ്യൂൾസും നോക്കിയായിരുന്നു. ഇപ്പോൾ മൊഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, explain the different types of optical fiber. Depending on the mode of propagation and index profile, optic fiber can be classified as single mode step index, multi-mode step index, multi-mode gradient index. In single mode fibers, light rays takes same path to travel along the fiber. In multi-mode fiber, light rays take different path to travel along the optical fiber. There are two types of index profile for an optic fiber. Those are step index and gradient index. Step index fibers has a central core with uniform refractive index, and outside cladding also has a uniform refractive index that surrounds the core. In step index fiber, there is an abrupt change in the refractive index at the core bar cladding interface. In graded index fiber, the refractive index of the core is non-uniform. It is highest at the center of the core and decreases gradually with distance towards the outer edge. In graded index fiber, refractive index of the core is non-uniform. It is highest at the center of core and decreases gradually. ആണ് പറഞ്ഞത്. അതായത് സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് യൂണിഫോം സെൻട്രൽ കോർ വിത്ത് യൂണിഫോം റിഫ്രാക്ട് ഇൻഡെക്സ് ആയിരിക്കും. ഗ്രേഡഡ് ആണെങ്കിൽ നോൺ യൂണിഫോം ആയിരിക്കും. പിന്നെ സ്റ്റെപ്പ് ഇൻഡെക്സിൽ ഔട്ട്സൈഡ് ക്ലാഡിംഗ് ഓൾസോ യൂണിഫോം റിഫ്രാക്ട് ഇൻഡെക്സ് ആണ്. ഗ്രേഡറിൽ ഇറ്റ് ഹാസ് ഹയസ്റ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോർ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സിംഗിൾ മോഡിന്റെ ഫിഗർ. ഇതിൽ പറയുന്നത് സെൻട്രൽ കോർ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി സ്മോളർ ഡയമീറ്റർ. ഓൾ ലൈറ്റ് റേസ് ഫോളോ സെയിം പാത്ത് as it propagate down the cable and take approximately the same amount of time to travel the length of the cable. അതായത് കറക്റ്റ് സ്ട്രൈറ്റ് പാത്താണ് സിംഗിൾ മോഡിൽ പോണത്. മൾട്ടി മോഡ് ആകുമ്പോൾ നമ്മൾ നോക്കിയത് ലൈറ്റ് റേസ് ടേക്ക് ഡിഫറെൻറ്റ് പാത്ത് ടു ട്രാവൽ ആണ്. അതാണ് അത് കാണിക്കുന്നത്. സോ സെൻട്രൽ കോർ ഹാസ് ലാർജ് ഇൻ ഡയമീറ്റർ കമ്പയർഡ് ടു സിംഗിൾ മോഡ്. ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് ഡൗൺ ദ കേബിൾ ഇൻ എ സിക്സാക് ഫാഷൻ റിഫ്ലക്റ്റിംഗ് ഓഫ് ദ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ്. ഇനി നമുക്ക് നോക്കേണ്ടത് മൾട്ടി മോഡ് ഗ്രേഡ് ഇൻഡെക്സ് ആണ്. അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ കോർ ഹാസ് നോൺ യൂണിഫോം റിഫ്രാക്ട് ഇൻഡെക്സ് ആണ്. അതിൻ്റെ ഗ്രേഡ് ഇൻഡെക്സിൻ്റെ ഫിഗർ ആണ് നേരെ സോഴ്സും ഡെസ്റ്റിനേഷനും കാണുന്നത്. മാക്സിമം അറ്റ് സെൻറ്റർ ആണ്, ഡിക്രീസ് ടുവേർഡ്സ് ഔട്ടർ എഡ്ജ്. സെൻറ്റർ കൂടെ എല്ലാം പറഞ്ഞത് റിഫ്രാക്ട് ഇൻഡെക്സ് മാക്സിമം അറ്റ് സെൻറ്റർ ആണ്. അതായത് ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് ഡൗൺ ദ കേബിൾ ത്രൂ റിഫ്രാക്ഷൻ റാദർ ദാൻ റിഫ്ലക്ഷൻ. അതായത് ഇത് റിഫ്രാക്ഷൻ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് അക്രോസ് ദ കോർ ടുവേർഡ്സ് സെൻറ്റർ. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇന്റർസെക്റ്റിംഗ് less dense to more dense interface. Consequently, light rays are constantly being refracted, which results in continuous bending of light rays. Velocity of light is inversely proportional to refractive index ആണ്. Therefore, light rays take the same amount of time to travel the entire length of the cable. And depending of the material ആണെങ്കിൽ നമുക്ക് കോറും ക്ലാഡിലും വരുന്ന മെറ്റീരിയൽ വെച്ചാണെങ്കിൽ optic fibers can be classified as glass core or glass cladding, glass core or plastic cladding, plastic core or plastic cladding. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എയർ സ്റ്റേഷൻ. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മൊഡ്യൂൾ 5 എയർ സ്റ്റേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്. അപ്പോൾ ഇതിലൊരു ഫിഗർ ഉണ്ട്. ഫിഗർ നമ്മൾ നോക്കണം. അതായത് ഇതിലുള്ളത് ആൻ എയർ സ്റ്റേഷൻ കൺസിസ്റ്റ് ഓഫ് 5 മേജർ സബ് സിസ്റ്റംസ്: ദ ആന്റിന സബ് സിസ്റ്റം, ദ റിസീവ് സബ് സിസ്റ്റം, ട്രാൻസ്മിറ്റ് സബ് സിസ്റ്റം and ground control equipment system, power subsystem. Here power subsystem എന്ന് പറഞ്ഞാൽ അതിൽ furnishes all the power to the other equipment. The primary source of the power is the standard AC power lines. The power subsystem distributes a variety of DC voltage to other equipment. The power subsystem also consists of emergency power sources such as diesel engine, diesel generators, batteries, inverters, etc. ഇതാണ് പവർ സബ്സിസ്റ്റം. ഇതിനുള്ള ആന്റിനയാണ്. ആന്റിന നമുക്കറിയാം all earth stations have relatively large parabolic dish antenna that is used for sending and receiving signal. Here we use a duplexer, which is a waveguide assembly that permits both transmitter and receiver to use the same antenna. പിന്നെ receive subsystem നമുക്കറിയാം. Downlink is the receive subsystem of the station. The duplexer feeds a band pass filter in the receiver, and that ensures that only receiver frequency pass through the sensitive receiving circuit.
അതിൻ്റെ ബാൻഡ് പാസ് ഫിൽറ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ബ്ലോക്സ് ദ ഹൈ പവർ ട്രാൻസ്മിറ്റ് സിഗ്നൽ ദാറ്റ് ക്യാൻ ഒക്കെ simultaneous with reception. This prevents overload and damage. ഡാമേജും ഓവർലോഡും പ്രിവെൻറ്റ് ചെയ്യാനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് ബാൻഡ് പാസിന് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ നേരെ ലോ നോയ്സ് ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് അത് നേരെ പവർ ഡിവൈഡർ കൊടുക്കും. എന്നിട്ട് ആ പവർ ഡിവൈഡർ എന്ന് പറഞ്ഞാൽ വേവ് ഗൈഡ് ലൈക്ക് അസംബ്ലി ദാറ്റ് സ്പ്ലിറ്റ്സ് ദ റിസീവ്ഡ് സിഗ്നൽ ഇൻ ടു സ്മോളർ ബട്ട് ഈക്വൽ പവർ സിഗ്നൽസ്. എന്നിട്ട് ആ പവർ ഡിവൈഡർ ഫീഡ് സെവറൽ ഡൗൺ കൺവേർട്ടേഴ്സ്. ദീസ് ആർ സ്റ്റാൻഡേർഡ് മിക്സേഴ്സ് ഫെഡ് ബൈ ലോക്കൽ ഓസിലേറ്റേഴ്സ് that translate the received signal down to an intermediate frequency. ഇതാണ് റിസീവ് സബ്സിസ്റ്റം. ഈ ഫിഗർ നോക്കുമ്പോൾ കാണാം ആന്റിനേൻ്റെ ഡെപ്ലക്സർ വന്ന് അവിടുന്ന് ബാൻഡ് പാസ് ഫിൽറ്ററിൽ പോയി അവിടെ നിന്ന് ഫീഡ് ചെയ്ത് നേരെ LNA ലോ നോയ്സ് ആംപ്ലിഫയർ ചെന്ന് പവർ ഡിവൈഡ് ചെയ്ത് നേരെ അത് ഡൗൺ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം ലോക്കൽ ഓസിലേറ്റർ ആഡ് ചെയ്ത് ബാൻഡ് പാസ് ഫിൽറ്ററിൽ കൊടുക്കും. എന്നിട്ട് അത് ഡീമോഡുലേറ്റ് ഡിമാക്സ് ചെയ്യും. ഇതാണ് റിസീവറിൽ വന്നത്. ട്രാൻസ്മിറ്ററിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അടിക്കും. ഇനി നമ്മൾ ഗ്രൗണ്ട് കൺട്രോൾ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ GCE റിസീവ് സബ്സിസ്റ്റം. അതെന്ന് പറഞ്ഞാൽ IF signal contained in the data is then sent to GCE receive equipment where it is demodulated and fed to demultiplexer. നേരത്തെ പറഞ്ഞ പോലെ ഡീമോഡുലേഷനും ഡീമൾട്ടിപ്ലക്സറും ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഗ്രൗണ്ട് കൺട്രോൾ എക്വിപ്മെന്റ് GCE റിസീവ് സബ്സിസ്റ്റത്തിലാണ്. ഇനി അടുത്തത് GCE ട്രാൻസ്മിറ്റ് സബ്സിസ്റ്റം. ഫിഗർ നോക്കാം. GCE ട്രാൻസ്മിറ്റിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലക്സർ ഉപയോഗിക്കും. മോഡുലേറ്ററിൻ്റെ ഒപ്പം ഒരു കാറ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കും. ഇതാണ് GCE ട്രാൻസ്മിറ്റ്. ട്രാൻസ്മിറ്റ് സബ്സിഡിയിലുള്ളത് നമുക്ക് അപ്പ് കൺവേർട്ടർ, ലോക്കൽ ഓസിലേറ്റർ, കമ്പൈനർ നേരെ ഡ്രൈവർ ഹൈ പവർ ആംപ്ലിഫയർ, ബാൻഡ് പാസ് ഫിൽറ്റർ. അതാണ് പറയുന്നത്. ഇൻ GCE ട്രാൻസ്മിറ്റ് സബ്സിസ്റ്റം ദ ബേസ് ബാൻഡ്സ് ആൻഡ് സച്ച് ആസ് ടെലിഫോൺ കൺവേർഷൻ ആർ applied to a multiplexer that permits multiple signals to be carried out on a single channel. The carrier signals are modulated according to the information. ഫിഗർ കണ്ട പോലെ മൾട്ടിപ്ലക്സറും ഉപയോഗിക്കുന്നുണ്ട്, മോഡുലേഷനും ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസ്മിറ്റ് സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ബിഗിൻസ് വിത്ത് ബേസ് ബാൻഡ് ആണ്. പിന്നെ അത് നേരെ മൾട്ടിപ്ലക്സറിൽ കൊടുത്ത് ഇഫ് മൾട്ടിപ്പിൾ സിഗ്നൽസ് ആർ ടു ബി കാരിഡ് ഔട്ട് ബൈ എ സിംഗിൾ ട്രാൻസ്പോണ്ടർ. നമ്മൾ ഫിഗർ കണ്ട പോലെ അത് ബേസിക് 2 പാർട്സ് ഉണ്ട്. അപ്പ് കൺവേർട്ടർ ആൻഡ് പവർ ആംപ്ലിഫയർ. അപ്പ് കൺവേർട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്യും, ബേസ് ബാൻഡ് സിഗ്നൽസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് നേരെ പവർ ആംപ്ലിഫയർ ജനറേറ്റ് ദ ഹൈ പവർ സിഗ്നൽസ് ആൻഡ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ആന്റിന. ഇത്രയാണ് നമ്മൾ ഈ 5 സെക്ഷൻ എഴുതേണ്ടത്. ഈ ഒരു ഫിഗറും വരച്ച് ഈ ഒരു 5 മേജർ സബ്സിസ്റ്റൻ്റെ ജസ്റ്റ് ഒരു എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് നീഡ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിലും ഫിഗറാണ് മെയിൻ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിൽ അനലോഗ് ഓർ ഡിജിറ്റൽ ഇന്റർഫേസ് ഉണ്ട്. അവിടെ നിന്ന് നേരെ വോൾട്ടേജ് ടു കറന്റ് കൺവേർട്ടർ ചെല്ലും. അവിടെ ലൈറ്റ് സോഴ്സ് ചെല്ലും. എന്നിട്ട് സോഴ്സ് ടു ഫൈബർ ഇന്റർഫേസ് ആവും. നേരെ അത് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ സിഗ്നൽ റീജനറേറ്റ് ചെല്ലും. അവിടെ നിന്ന് ഫൈബർ ടു ലൈറ്റ് ഡിറ്റക്ടർ ഇന്റർഫേസ്, പിന്നെ ലൈറ്റ് ഡിറ്റക്ടർ, പിന്നെ കറന്റ് ടു വോൾട്ടേജ് കൺവേർട്ടർ, പിന്നെ അനലോഗ് ഓർ ഡിജിറ്റൽ ഇന്റർഫേസ്. ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അത് ട്രാൻസ്മിഷൻ സെക്ഷനിലുള്ളതാണ്. വോൾട്ടേജ് ടു കറന്റ് കൺവേർട്ടർ, ലൈറ്റ് സോഴ്സ് ടു ഫൈബർ ഇന്റർഫേസ്, ഇതൊക്കെയാണ് ട്രാൻസ്മിറ്ററിലുള്ളത്. ഫൈബർ ഗൈഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയയുടെ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. പിന്നെ റിസീവറിൽ നമുക്കറിയാം ഉള്ളത് ഫൈബർ ടു ലൈറ്റ് ഡിറ്റക്ടർ ഇന്റർഫേസ് ആണ്. പിന്നെ ലൈറ്റ് ഡിറ്റക്ടർ ആണ്, കറന്റ് ടു വോൾട്ടേജ് കൺവേർട്ടർ ആണ്. ഇത്രേ ഉള്ളൂ ഈ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് പറയാൻ. നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ബ്ലോക്ക് ഡയഗ്രം തന്നെ നമുക്ക് എഴുതാൻ പറ്റും. Next question. With the block diagram, explain the encoding and decoding process in CDMA technique applicable to satellite communication system. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് CDMA എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് പ്രോസസ്സ്. ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസ് എല്ലാം കറക്റ്റായിട്ട് വരച്ചാൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് ആദ്യം തന്നെ എന്താണ് CDMA എന്ന് നോക്കാം. CDMA എന്ന് പറഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. With CDMA, all illustrations transmissions transmit within the same frequency band and for all practical purpose have no limitations on when they may transmit or on which carrier frequency. Thus with CDMA the entire satellite transponder bandwidth is used by all stations on a continuous basis. CDMA is sometimes referred to as spread spectrum multiple access. Transmissions can spread throughout the entire allocated bandwidth. And each station's transmissions are encoded with a unique binary word called chip code. Chip code വെച്ചാണ് ഇത് മെയിനായിട്ട് ആക്സസ് ചെയ്യുന്നത്.
receive a particular station's transmission, a receive station must know the chip code. Chip code അറിഞ്ഞാൽ മാത്രമാണ് ആ ഒരു particular സ്റ്റേഷന് അത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് CDMA എൻകോഡർ ആണ്. ഈ ഒരു ഫിഗർ ഒന്ന് നോക്കണം. ഡാറ്റ നമ്മൾ വന്നിട്ട് നേരെ ബാലൻസ് മോഡുലേറ്റർ കൊടുത്ത് അവിടെ നിന്ന് PSK മോഡുലേറ്റർ, അവിടെ നിന്ന് RF മോഡുലേറ്റർ, നേരെ അവിടെ നിന്ന് ഹൈ പവർ ആംപ്ലിഫയർ. എൻകോഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ തന്നെയാണ്. നമ്മൾ ബാലൻസ് മോഡുലേറ്റർ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ നമ്മൾ കൊടുക്കുന്നത് N-bit കോഡ് വേർഡ് ജനറേറ്റർ ആണ്. അത് കോഡ് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ പിന്നെ PSK മോഡുലേറ്റർ കൊടുക്കുന്നത് IF കാരിയർ ആൻഡ് RF മോഡുലേറ്റർ കൊടുക്കുന്നത് RF കാരിയർ OSD ആണ്. പിന്നെ നമ്മൾ അതിനോടൊപ്പം മോഡുലേറ്റഡ് ചിപ്പും കൂടെ ആഡ് ചെയ്യും. അതായത് പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ പവർ ആംപ്ലിഫയർ ആൻഡ് ബാൻഡ് പാസ് ഫിൽറ്റർ കൊടുക്കുന്നത്. ഇതാണ് CDMA എൻകോഡർ. ഒരു ബ്ലോക്ക് ഡയഗ്രം ഇത് നോട്ട് ചെയ്യുക എല്ലാവരും. അതേപോലെ തന്നെ CDMA ഡീകോഡർ ആണ്. അതിൽ റിസീവറിൽ നമ്മൾ സാറ്റലൈറ്റ് റിസീവർ ചെയ്യും. നേരെ RF ഡിമോഡുലേറ്റർ റിസീവ് ചെയ്യും. അത് നേരെ ബാൻഡ് പാസ് ഫിൽറ്ററിൽ കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കോഹിറന്റ് ഫേസ് ഡിറ്റക്ടറിൽ ചെന്ന് അവിടെ നിന്ന് ബാലൻസ് മോഡുലേറ്റർ ചെല്ലും. എന്നിട്ട് IF കാരിയർ നമുക്ക് കിട്ടണത് സ്വിറ്റ് ചെയ്ത് നേരെ കോഡ് അക്വിസിഷൻ ആൻഡ് ട്രാക്കിംഗ് ചെല്ലും. അതിലേക്ക് ചിപ്പ് കോഡ് ആഡ് ചെയ്യും. ആ ചിപ്പ് കോഡും ബാലൻസ് മോഡ് കിട്ടണ ആ കൂടെ ആഡ് ചെയ്ത് കോറിലേറ്റ് കൊടുക്കും. നിലവിൽ അതിൽ സേവ് ചെയ്ത വാല്യൂയും ഡാറ്റയും ഈ ഡാറ്റയും സെയിം ആണെന്ന് നോക്കിയിട്ട് അത് വെച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വരും. അതാണ് ബിറ്റ് ഡിസിഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് റിസീവർ RF is down converted to IF. റിസീവറിൽ RFനെ നമ്മൾ IF ആക്കും. ഫ്രം ദ IF a coherent PSK carrier is recovered. നമുക്കൊരു coherent PSK carrier കിട്ടും. And also the chip code is acquired and used to synchronize the receive station's call generator. നമുക്കൊരു chip code കിട്ടും. Keep in mind the receiving station knows the chip code but must generate chip code that is synchronized with time with the receive code. അതായത് receiving station അറിയാം chip code, പക്ഷെ നമ്മൾ അത് ജനറേറ്റ് ചെയ്യണം. That is synchronous in time with the receiving code. The recovered synchronous chip code multiplies the recovered PSK carrier and generates a PSK modulated signal that contains PSK carrier plus the chip code. The receiver IF signal that contains the chip code. Receiver la namukku IF signal chip code undu. The PSK carrier and data information is compared with the received IF signal in the correlator. അതായത് കോറിലേറ്ററിലും ഉള്ള റിസീവ് ചെയ്ത IF-ന്റെ കോഡും നിലവിൽ നമ്മൾ IF കാരിയർ കൊണ്ട് ഫോം ചെയ്ത്, അതായത് ബാൻഡ് പാസ് ഫിൽറ്ററും കൊടുത്ത് കൊഹറന്റ് ഫേസ് ഡിറ്റക്ടർ കൊടുത്ത് നമ്മൾ നേരെ PSK വഴി കിട്ടി കോറിലേറ്ററിൽ പോയ ചിപ്പ് കോഡ് തമ്മിൽ അവർ അനലൈസ് ചെയ്യും അല്ലെങ്കിൽ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ കമ്പയർ ചെയ്തിട്ട് റിക്കവർ ദ ഒറിജിനൽ ഡാറ്റ. അതാണ് കോറിലേറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ. എസെൻഷ്യലി ദ കോറിലേറ്റർ സബ്ട്രാക്ട്സ് ദ റിക്കവേർഡ് PSK കാരിയർ പ്ലസ് ചിപ്പ് കോഡ് ഫ്രം ദ റിസീവ്ഡ് PSK കാരിയർ പ്ലസ് ചിപ്പ് കോഡ് പ്ലസ് ഡാറ്റ. അതായത് കോറിലേറ്റർ സബ്ട്രാക്ട് റിക്കവേർഡ് നമുക്ക് കിട്ടിയ PSK കാരിയറും ചിപ്പ് കോഡും നിലവിലുള്ള, അതായത് റിസീവ്ഡ് ആയ PSK കാരിയർ പ്ലസ് ചിപ്പ് കോഡ് പ്ലസ് ഡാറ്റയിലോട്ട് സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് CDMA ഡാറ്റ വരുന്നത്. ഇതാണ് ഈ ഫിഗർ നൈസായിട്ട് നോക്കണം. CDMA എൻകോഡും ഡീകോഡറും ഇതാണ് മെയിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫൈബർ ഒപ്റ്റിക് ലിങ്ക് ആണ്. നേരത്തെ നോക്കി തന്നെയാണ്. ഇത് കമ്പയർ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് TDMA ആൻഡ് FDMA. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. With FDMA, each stations are assigned specific uplink and downlink frequency bands with an allotted satellite bandwidth. With TDMA, each station transmits a short burst of information during a specific time slot. FDMA എന്ന് നമുക്കറിയാം ഫ്രീക്വൻസി ആണ്. TDMA എന്ന് പറഞ്ഞാൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ആണ്. രണ്ട് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിലും ടൈമിലും ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ കാണിക്കുന്നതാണ്. എല്ലാം ഉപയോഗിക്കുന്നത് ഓരോ സ്ഥലത്തിലും ഓരോ ചാനൽ ബാൻഡ് ആയിരിക്കും. ആണ് ഫ്രീക്വൻസി വെച്ചുള്ളതാണ് ആദ്യത്തെ നമുക്ക് കാണുന്നത്. അടുത്തത് വൺ സ്റ്റേഷൻ സാറ്റലൈറ്റ് സ്റ്റേഷൻ എപ്പോച്ച് ആണ് ടൈമിൻ്റെ പേരിൽ. FDMA എന്ന് പറഞ്ഞാൽ അതേ മേ ബി പ്രീ അസൈൻഡ് ഓർ ഡിമാൻഡ് അസൈൻഡ് ആണ്. പക്ഷേ TDMA എന്ന് പറഞ്ഞാൽ ദ ബേസ് മസ്റ്റ് ബി സിങ്ക്രണൈസ് സോ ദാറ്റ് ഈ സ്റ്റേഷൻ ബേസ് അറൈസ് അറ്റ് സാറ്റലൈറ്റ് ഡിഫറെൻറ്റ് ടൈമിൽ. അത് ബേസ്ഡ് ഒക്കേഴ്സ് ആണ്. അതായത് ടൈം ബേസ്ഡ് ഒക്കേഴ്സ് എന്താണ് TDMA-ൽ. FDMA transmissions are separated in frequency band. TDMA transmissions are separated in time domain. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഫ്രീക്വൻസി ബാൻഡിലായിരിക്കും FDMA, ടൈം ഡൊമൈനിലായിരിക്കും TDMA. വിത്ത് FDMA ട്രാൻസ്പോണ്ടർ ബാൻഡ്വിഡ്ത്ത് ആൻഡ് പവർ ആർ ഷെയർഡ്. FDMA വെച്ച് ട്രാൻസ്പോണ്ടർ ബാൻഡ്വിഡ്ത്തും പവറും ഷെയർഡ് ആയിരിക്കും. TDMA വെച്ച് എൻ്റെ ട്രാൻസ്പോണ്ടർ ബാൻഡ്വിഡ്ത്ത് ആൻഡ് പവർ ആർ യൂസ്ഡ് ഫോർ ഈച്ച് ട്രാൻസ്മിഷൻ ബട്ട് ഓൺലി
ആർ ഫോർ ഓൺലി പ്രിസ്ക്രൈബ് ഇൻ്റർവൽ ടൈം. അതായത് അതും ട്രാൻസ്മിഷനോട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതൊരു പ്രിസ്ക്രൈബ് ഇൻ്റർവൽ ടൈമിന് വേണ്ടി മാത്രമാണ് TDMA ഉപയോഗിക്കുന്നത്. അതാണ് ബേസിക്കുള്ള TDMA FDMA പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള കമ്പാരിസൺ. എല്ലാവരും നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എനി ടു ഫോട്ടോ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. Two commonly used devices to detect light energy in fiber optic communication receivers are PIN photodiode and avalanche photodiode. PIN നമുക്കറിയാം is a depletion layer photodiode and is commonly used as light detector. A very lightly doped N-type semiconductor materials is sandwiched between two heavily doped PIN type contact areas. Light enters the device through a very small window and falls on the carrier void intrinsic material. The intrinsic layer is made thick enough so as that most of the photons that enter the device are absorbed by this layer. Most of the photons are absorbed by the electrons in the valence band of the intrinsic material. And when the photons are absorbed, they add sufficient energy to generate carriers in the depletion region and allows the current to flow through the device. എല്ലാവർക്കും അറിയാം എന്താണ് PN ഡയോഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു N ടൈപ്പും B ടൈപ്പും തമ്മിലുള്ള ഹെവിലി ഡോപ്പ് ചെയ്താണ്. അത് സാൻഡ്വിച്ച് ബിറ്റ്വീൻ ടു ഹെവിലി ഡോപ്ഡ് PNN ആണ്. ലൈറ്റ് എൻറ്റേഴ്സ് ദ ഡിവൈസ് ത്രൂ എ സ്മോൾ വിൻഡോ. ചെറിയ വിൻഡോ വെച്ച് ലൈറ്റ് എൻ്റർ ചെയ്യും. എന്നിട്ട് അത് എൻ്റെ ഇൻട്രൻസിക് വോയിഡ് ആയ ഇൻട്രൻസിക് മെറ്റീരിയൽ ചെല്ലും. The material is made thick enough so that most of the photons that enter the device are absorbed by layer ആണ്. ലെയർ ആയിട്ട് അത് തിക്ക് ആയതുകൊണ്ട് അതിലും മോസ്റ്റ് ഓഫ് ദ ഫോട്ടോൺസ് എൻ്റർ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫോട്ടോൺസ് ആർ അബ്സോർബ്ഡ് ബൈ ദ ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ആണ് അതെല്ലാം അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ട് when the photons are absorbed ചെയ്തതിനാൽ they add sufficient energy to generate carriers in the depletion area. അങ്ങനെ depletion ഏരിയ അതിൻ്റെ സൈസ് കൂടും, അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതിൻ്റെ ഫിഗറാണ് താഴത്ത് കാണുന്നത്. PINൻ്റെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, അത് നോട്ട് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞാൽ അവലാഞ്ച് ഫോട്ടോഡയോഡ് ആണ്. അത് അതേപോലെ തന്നെ ഇത് PIPN സ്ട്രക്ചറാണ്. ലൈറ്റ് enters the diode and is absorbed by the thin heavily doped N layer ആണ്. A high electric field is developed across the IPN junction by reverse bias. This high electric field causes impact ionization to occur. ഇതിൽ അയോണൈസേഷനും ഇമ്പാക്ട് അയോണൈസേഷൻ ഉണ്ടാവും. അത് വെച്ച് carrier can gain sufficient energy. And these ionized carriers in turn cause more ionization to occur. The process continues as an avalanche and is effectively equivalent to an internal gain or carrier multiplication. Therefore, APDs are more sensitive than PIN diodes and require less additional amplifications. സിമിലർ ആണ് രണ്ടും. ഇതിൽ അയോണൈസേഷൻ ആണ് ഉണ്ടാവുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ, PIPൻ്റെ ഫിഗർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനോർമസ് ബാൻഡ് വിഡ്ത്ത് ആണ്, പിന്നെ സ്മോൾ സൈസ് ആൻഡ് വെയിറ്റ് ആണ്, ഇലക്ട്രിക് ഐസൊലേഷൻ ആണ്, ഇമ്മ്യൂണിറ്റി ടു ഇൻ്റർഫറൻസ് ആൻഡ് ക്രോസ് ടോക്ക് ആണ്, സിഗ്നൽ സെക്യൂരിറ്റി, ലോ ട്രാൻസ്മിഷൻ ലോസ്, റഗഡ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ. ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ബാക്കി എല്ലാം കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്. I hope everyone understands the topic. Thank you.